ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് അല്ലേ? അതിലേക്ക് പോയാലോ? 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. കൂടുതൽ സംഘടനകൾ ഇന്ന് പിന്തുണയുമായി സമരപ്പന്തൽ സന്ദർശിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് UDF MP-മാരുടെ തീരുമാനം. മേഖലയുമായി നമ്മുടെ മേഘനയാണ് തിരുവനന്തപുരത്ത് നീങ്ങുന്നത്. വെരി 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 ഗുഡ് മോർണിംഗ് മേഘു. എന്താണ് വിവരം? ഈ സമരം ഇപ്പൊ 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണല്ലോ, അപ്പൊ കൂടുതൽ സപ്പോർട്ട് വരുന്നുണ്ട്. മറ്റെന്തൊക്കെ വിവരങ്ങളാണുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് പ്രവിത. തിരുവനന്തപുരം നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 25 ദിവസം, ഒന്നും രണ്ടുമല്ല 25 ദിവസമാണ് അവരുടെ സമരം തുടരുന്നത് എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ തുക നൽകുക, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യം നിറവേറ്റുന്നത് വരെ, സർക്കാർ ഇത് പരിഗണിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ആശാ വർക്കർമാർ പറയുന്നത്. ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരം ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ആ സമയത്തും രാവും പകലും ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ താമസിച്ച്, അത്തരത്തിലാണ് ആശാ വർക്കർമാർ അവരുടെ ഈ 25 ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പല അധിക്ഷേപങ്ങളും കേൾക്കുന്നു, പല പരാമർശങ്ങളും പല വെല്ലുവിളികളും ഉണ്ടാകുന്നു. പക്ഷേ അവിടെയൊന്നും തളരാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പിന്നോട്ട് പോകലിന് ഇല്ല എന്നുള്ളതാണ്. ഇന്നും ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളെയും നേതാക്കളെയും ഒക്കെ ഈ സമരപന്തലിലേക്ക് ആശാമാർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ചേച്ചി, ഏത് ഘട്ടത്തിലാണ് ഒരു രണ്ടാം ഘട്ട സമരപരിപാടി? ഇന്ന് 25 ദിവസങ്ങൾ കഴിയുകയാണ്. അതിനുശേഷം ഇനി എങ്ങോട്ടുള്ള ഒരു പദ്ധതി എങ്ങനെയാണ്? സമര പരിപാടികൾ എങ്ങനെയാണ്? നമ്മൾ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും 8-ാം തീയതി വനിതാ ദിനമാണല്ലോ. ആ വനിതാ ദിനത്തിൻ്റെ അന്ന് നമ്മൾ വിപുലമായ ഒരു രീതിയിൽ തന്നെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സഹോദരങ്ങളും ആശമാരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാ പേരും എത്തണമെന്നും കൂടെ ഒരു അഭിപ്രായം കൂടെയുണ്ട്. എല്ലാ പേരും എത്തി നമുക്കൊരു വനിതാ ദിനം നമ്മുടെ ആശമാരോടൊത്ത് എന്നുള്ള ഒരു ഇതിൽ എല്ലാ പേരും നമ്മുടെ കൂടെ ഒത്തുചേരണമെന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് തീരുമാനിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സർക്കാർ നമ്മുടെ വിളി കേൾക്കും എന്നാണ് നമ്മൾ അതിന് മുന്നേ നമ്മളതിൽ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഘന മുരളിയാണ് അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് താമസിയാതെ എത്തിക്കും.